കോഴിക്കോട് വടകരയിൽ കാരവനിൽ ഉറങ്ങിയവർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് നിഗമനം. AC-യുടെ പ്രവർത്തനം നിലച്ചപ്പോൾ വാഹനത്തിൽ വിഷവാതകം നിറഞ്ഞു. മരിച്ചത് കാരവൻ ഡ്രൈവർ മനോജും സഹായി ജോയലും. ക്ഷേമ പെൻഷൻ വാങ്ങിയ കൂടുതൽ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാരിൽ നിന്ന് 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കും. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തില്ല. ചോദ്യം ചെയ്യലിനായി അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിൽ. പുറത്ത് തമ്പടിച്ച ആരാധകർ. സ്റ്റേഷന് ചുറ്റും വൻ പോലീസ് സന്നാഹം. ഹമാസിന്റെ മുൻ തലവൻ ഇസ്മായിൽ ഹനിയെ കൊന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രയേൽ. പ്രഖ്യാപനം ഹനിയെ കൊല്ലപ്പെട്ട് 5 മാസങ്ങൾക്ക് ശേഷം യമനിലെ ഹൂതി വിമതരുടെ തലയറക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 4.5 ലക്ഷം അയ്യപ്പ ഭക്തന്മാരെത്തി. മണ്ഡലപൂജയ്ക്കെത്തുന്ന എല്ലാവർക്കും ദർശനം അനുവദിക്കും.